ആലപ്പുഴ കോമളപുരത്ത് പൂട്ടിക്കിടക്കുന്ന സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. യോഗത്തിൽ കേരള സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിക്കാനും പഴയ തൊഴിലാളികളെ ഉൾക്കൊള്ളിക്കാനും ധാരണയായി. എന്നാൽ ദീർഘനാൾ പൂട്ടിക്കിടന്ന പൊതുമേഖലാ സ്ഥാപനമായ കോമളപുരം സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിക്കുന്നതിന് വൈദ്യുതി കുടിശ്ശിക അടക്കമുള്ള പ്രതിസന്ധികൾ നിലവിൽ തടസ്സമായി നിലനിൽക്കുന്നുണ്ട്. പ്രതിസന്ധികൾ മറികടന്ന് സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിക്കാൻ തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് ധനകാര്യ വ്യവസായ മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായ വകുപ്പ് മന്ത്രിയായും ധനകാര്യ വകുപ്പ് മന്ത്രിയായും സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറഞ്ഞ ആശയത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുക. ഇതിന് അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കിയേ മതിയാകും. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒന്ന് മനസ്സിലാക്കി പിന്നെ ഗവൺമെൻറ് തലത്തിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സ്പിന്നിംഗ് മിൽ എപ്പോൾ തുറന്നു പ്രവർത്തിക്കുമെന്നും ഇതിനായി എത്ര മുതൽ മുടക്കേണ്ടി വരുമെന്നും മന്ത്രിമാരുമായി ചർച്ച ചെയ്യും. അതിനുശേഷം വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ എൻ പത്മകുമാറുമായും വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുമായും വകുപ്പ് ഉദ്യോഗസ്ഥരുമായും മുഖ്യമന്ത്രി കൂടിയാലോചനകൾ നടത്തി അഭിപ്രായങ്ങൾ ആരാഞ്ഞു.